മനുഷ്യത്തിനെതിരെയുള്ള അപകീർത്തികൾക്കും തെറ്റിദ്ധരിക്കലുകൾക്കെതിരെ സർഗാത്മക പ്രതിരോധം ലവ് ലെഗസി ആൻഡ് ലിറ്ററേച്ചർ എന്ന പേരിൽ മലപ്പുറത്തിൽ അതിൻ്റെ സാംസ്കാരിക വൈവിധ്യങ്ങളെ ആഘോഷിക്കും. അപനിർമ്മിതികൾക്കും തെറ്റിദ്ധരിപ്പിക്കലുകൾക്കുമെതിരായ സർക്കാർ Love, legacy, literature. Let's celebrate this wonderful Eve with Malappuram. മലപ്പുറം ജില്ലയിൽ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ് നടക്കുമ്പോൾ അത് നൽകുന്ന പ്രതീക്ഷകൾ ചെറുതല്ല. നമുക്കെല്ലാവർക്കും അറിയാം, സാഹിത്യ ഉത്സവങ്ങൾക്ക് പഞ്ഞമുള്ള കാലം. ജയ് ഹിന്ദ്. പോരാട്ട ഭൂമികയിലും റാലിയിലും സമ്മേളനങ്ങളിലുമാണ് യൂത്ത് ലീഗിനെ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. അതൊക്കെ ഒരു പ്രതിരോധമാണ്. വർഗീയതക്കെതിരെയും ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടിയും സാമൂഹ്യ പുരോഗതിക്കൊക്കെ വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ള പോരാട്ടം അത്തരം മേഖലയിൽ നിന്നും വ്യത്യസ്തമായി സർഗാത്മകമായ ഒരു പോരാട്ടവും അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് ഇത്തരം ഒരു ദൗത്യത്തിന് പുറപ്പെട്ടത്. ഇതിന് മുന്നോട്ട് വന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിയെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അഭിനന്ദിക്കുകയാണ്, അഭിവാദ്യം ചെയ്യുകയാണ്. ഇവിടെ ഒരുപാട് പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട്. ഞാനിവിടെ ഒന്നും സംസാരിക്കുന്നില്ല. ഇതിൻ്റെ ആമുഖ പ്രഭാഷണത്തിന് വേണ്ടി ഇത് ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്ന മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നായകന്മാർ, പ്രത്യേകിച്ച് ഷെരീഫ് കുറ്റൂരും മുസ്തഫയും ബാവയും അടക്കമുള്ള ഒരു ടീം കഴിഞ്ഞ 6 മാസമായി ഈ ഒരു പരിപാടി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിനാധ്വാന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ ശ്രമം ഇന്ന് പൂർത്തീകരിച്ച് അവർ കണ്ട സ്വപ്നം ഇന്നിവിടെ പൂവണിയുകയാണ്. എല്ലാവിധ ഭാഗം നേർന്നുകൊണ്ട് പ്രിയപ്പെട്ട ഷെരീഫ് കുറ്റൂരിനെ ഇതിൻ്റെ കൺസെപ്റ്റ് നോട്ടിന് വേണ്ടി സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, 2 വാക്ക് മാത്രമാണ് പറയുന്നത്. ഞങ്ങളുടെ മുൻപിൽ യാതൊരു മുൻ മാതൃകയും ഇല്ലാത്ത ഒരു ദൗത്യമാണ് ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതൊരു തുടക്കമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മാ ലവ് ലെഗസി ലിറ്ററേച്ചർ എന്ന പേരിലുള്ള ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഈ മൈതാനം ഒരുപാട് സന്ദേശങ്ങൾ പറയുന്നുണ്ട്. ഈ മൈതാനത്തിൻ്റെ മധ്യത്തിലുള്ള ലൈറ്റ് ഹൗസിൽ തെളിഞ്ഞു കാണുന്ന ചിത്രങ്ങൾ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ആത്മീയ മേഖലകളിലുള്ള, സാഹിത്യ മേഖലയിലുള്ള ഈ ജില്ലയുടെ സംഭാവനകളായ രത്നങ്ങളാണ്.
അവരാരും ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. അവരാണ് ആ ജ്വലിച്ചു നിൽക്കുന്ന രൂപങ്ങൾ. അവർ നടന്ന വഴികളിലൂടെ ഒന്നും കൂടി ഊർജ്ജസ്വലതയോടുകൂടി നടക്കാൻ ഈ യുവതയോട് ആഹ്വാനം ചെയ്യുകയാണ് ആ ലൈറ്റ് ഹൗസ് ഇപ്പോൾ നൽകുന്ന സന്ദേശം എന്ന് ഞാൻ പറയുന്നു. തൊട്ടപ്പുറത്ത് ഒരു കൈ കോർത്ത് പിടിക്കലിൻ്റെ ഒരു സിമ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും, എന്ത് പ്രതിസന്ധി ഉണ്ടായപ്പോഴും നാട് കരുണയും സ്നേഹവും കാരുണ്യവും സഹായവും ഒക്കെ ആഗ്രഹിച്ചപ്പോഴും മലപ്പുറം അതിൻ്റെ കൈ നീട്ടിക്കൊടുത്തിട്ടുണ്ട്. അത് ഇനിയും ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും എന്നതിൻ്റെ ഒരു സിമ്പിളാണ് അവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. ഇങ്ങേപ്പുറത്തുള്ള ഒരു ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ നടക്കുന്നുണ്ട് 5000 സ്ക്വയർ ഫീറ്റിൽ. ഒരു പക്ഷേ ഞാൻ തീർത്തു പറയുന്നു, മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ഇത്ര വലിയൊരു ബുക്ക് ഫെയർ വേറെ ഉണ്ടായിരിക്കില്ല. ചില അവഗണനകളൊക്കെ നമുക്കുണ്ടായിട്ടുണ്ട്. സാംസ്കാരികമായ അവഗണനയും നമ്മൾ നേരിട്ടിട്ടുണ്ട്. അതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് മാ ലവ് ലെഗസി ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. മലപ്പുറത്ത് ആരും ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്താൻ വന്നിട്ടില്ല. കോഴിക്കോടുണ്ട്, കോട്ടയത്തുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, എറണാകുളത്തുണ്ട്. ഞാൻ പറയുന്നത് ഇതാണ് സാംസ്കാരിക ഭൂമി. സാംസ്കാരിക സമ്പത്ത് മുഴുവൻ ഇവിടെയാണ് ഉള്ളത്. വലിയ സാഹിത്യ പാരമ്പര്യത്തിൻ്റെ മണ്ണ് ഇതാണ്. വശ്യമനോഹരമായ സാഹിത്യത്തിൻ്റെ നിറനിലാ മുറ്റത്തേക്ക് ഈ മലയാളത്തെ കൊണ്ടുപോയ വലിയ മനുഷ്യർ, ഭാഷാപിതാവ് തൊട്ട് ഏറ്റവും അവസാനം MT വാസുദേവൻ നായർ വരെയുള്ളവർ ഇവിടെയാണ്. ഞങ്ങൾക്കിതിൽ അഭിമാനമുണ്ട്. ഞങ്ങളുടെ നേതാവ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ വേദിയിലിരിക്കുന്നു. മലയാളത്തിലെ ഇപ്പോഴത്തെ മലയാളത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുകയും ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലാത്തവരുമായിട്ടുള്ള വലിയ പ്രമുഖ എഴുത്തുകാർക്ക് അവരുടെ എഴുത്തിന് ആദ്യ ശമ്പളം കൊടുത്ത പത്രത്തിൻ്റെ ഉടമസ്ഥർ ഞങ്ങളാണ് എന്ന അഭിമാനം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഒരു സാംസ്കാരിക പരിസരം ഞങ്ങൾ തീർക്കുകയാണ്. ചില അപനിർമ്മിതികൾക്കെതിരായിട്ടുള്ള പോരാട്ടം കൂടിയാണിത്. ചില അപനിർമ്മിതികൾക്കെതിരായിട്ടുള്ള പോരാട്ടം. ആ പോരാട്ടത്തിന് തുടർച്ച ഉണ്ടാവണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലാജി, അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, നമ്മുടെ MLA മാർ, ഏറ്റവും വിശിഷ്ടനായിട്ടുള്ള നമ്മുടെ അതിഥി, തമിഴ്നാട്ടിലെ ആധുനിക കവി എന്നാണ് പ്രിയപ്പെട്ട മനുഷ്യപുത്രനെ ഇന്ത്യ വിശേഷിപ്പിക്കപ്പെടുന്നത്. അദ്ദേഹം തമിഴ്നാടിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ IT വിഭാഗത്തിൻ്റെ മേധാവിയായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കൂടെയുള്ള, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയെ പോലെയുള്ള വലിയ സിസ്റ്റത്തിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ വലിയ ചിന്തയും ആലോചനയും ഉണ്ടായി എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള വലിയ വിശിഷ്ടാതിഥികളുടെ ഒരു നീണ്ട നിര ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. 2 പ്രത്യേകത ഇവിടെ ഉണ്ട്. ഇവിടെ കുറേ ആർട്ട് വർക്കുകൾ കാണുന്നുണ്ട്. ആ ആർട്ട് വർക്കുകൾ നാഷണൽ അവാർഡ് ജേതാവ് അനീസ് നാടോടിയാണ് ആർട്ട് വർക്കിന് നേതൃത്വം കൊടുത്തത്. അദ്ദേഹത്തിനെ സഹായിച്ചത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് വളണ്ടിയർമാരാണ്. വൈറ്റ് ഗാർഡ് വളണ്ടിയർമാർ കുറേ നല്ല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അവർ ആർട്ട് വർക്കും ചെയ്തു വെച്ചതാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ആർട്ട് ഡയറക്ടറുടെ നേതൃത്വത്തിൽ. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് വലിയ ചെലവുണ്ട്, വലിയ സാമ്പത്തിക ചെലവുണ്ട്. നിങ്ങൾക്കത് അറിയാമല്ലോ. കോർപ്പറേറ്റ് ഉടമസ്ഥരുടെ ഒക്കെ ഞങ്ങൾ സമീപിച്ചു. ആ സമീപിച്ചപ്പോഴപ്പോൾ അധികം ആരും ഞങ്ങളുടെ കൂടെ നിൽക്കാൻ തയ്യാറായില്ല. പക്ഷേ ജീവകാരുണ്യ പ്രവർത്തനത്തിനും സാമൂഹിക സേവന പ്രവർത്തനത്തിനും ആതുര സേവനത്തിനും ഒക്കെ എന്നും ഈ മലയാളക്കരക്ക് കൂട്ടായി നിന്നിട്ടുള്ള KMCC ഞങ്ങളുണ്ട് എന്ന ഒരു മെസ്സേജ് തന്നു. ദമാം KMCCയുടെ ഭാരവാഹികൾ ഈ വേദിയിലിരിക്കുന്നു. അവരാണ് ഇതിൻ്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തത്. ദമാം KMCC മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികൾ. UAE-യിലെ വിവിധ KMCC ഘടകങ്ങൾ, അബുദാബി, ദുബായ്, റാസൽ കൈമ, ഷാർജ, അജ്മാൻ, അല്ലൈൻ, അങ്ങനെ പോകുന്ന എല്ലാ സ്ഥലത്തെയും ഓരോ സെഷനുകളും സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തത് അവിടുത്തെ നിയോജക മണ്ഡലം KMCC ഘടകങ്ങളും കമ്മിറ്റികളുമാണ്. ഈ സാംസ്കാരിക ദൗത്യത്തോട് കേരള മുസ്ലിം കൾച്ചർ സെന്റർ എന്ന പേരിൻ്റെ അർത്ഥം വെച്ചുകൊണ്ട് തന്നെ അതിനോട് ചേർന്ന് നിൽക്കാൻ ആ ഒരു സന്നദ്ധത കാണിച്ചതിൻ്റെ ഒരു വിളംബരം കൂടിയുണ്ട്. നാളെ തൊട്ട് നമ്മുടെ സെഷനുകൾ ആരംഭിക്കുകയാണ്. സെഷനുകൾ വൈവിധ്യമാണ്, അതിഥികളും വൈവിധ്യമാണ്. 60 സെഷനുകളുണ്ട്, 200-ലേറെ ഗസ്റ്റുകളുണ്ട്. അതോടൊപ്പം പിന്നെ ഏകദേശം വളരെ എല്ലാ മേഖലകളിൽപ്പെട്ടിട്ടുള്ള ആളുകളും 3 വേദികളിലായിട്ട് നടക്കുന്ന ഈ സെഷനുകളിൽ പങ്കെടുക്കുന്നുണ്ട്. മഗ്രിബിന് ശേഷവും നമ്മുടെ ഈ യോഗം തുടരും. ഇവിടെ ഒരുപാട് വ്യക്തിത്വങ്ങൾ, ഷാജി സാഹിബ് അടക്കമുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഇവിടെ ഉണ്ട്. സംസാരം കഴിഞ്ഞതിന് ശേഷം ഈ വേദിയിൽ തന്നെ ഇന്ന് നമ്മൾ നടത്തുന്ന ഒരു
ദൃശ്യാവിഷ്കാരമുണ്ട്. അത് മലപ്പുറത്തിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരമാണ്. കരീംഗ്രഫി ഇവിടെ അദ്ദേഹത്തിൻ്റെ കാലിഗ്രഫി ചെയ്യുമ്പോൾ മലപ്പുറത്തിൻ്റെ തനതായ കലകൾ ഇതേ വേദിയിൽ അരങ്ങേറും. പ്രത്യേക ഒരു മ്യൂസിക്കോട് കൂടി ഒന്നുറപ്പ് തരാം, മലപ്പുറം ജില്ലയിൽ നിങ്ങൾ ഇന്നേ വരെ കാണാത്തൊരു വലിയ ദൃശ്യാവിഷ്കാരത്തിന് ഈ വേദി ഈ പരിപാടിക്ക് ശേഷം സാക്ഷ്യം വഹിക്കും. ചില തുടക്കങ്ങൾക്കൊക്കെ ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും, ചില പ്രയാസങ്ങൾ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മുൻ മാതൃകയില്ല ഞങ്ങളുടെ മുന്നിൽ. ഇത് ചെയ്തു നോക്കുകയാണ്, നിർമ്മിച്ചു നോക്കുകയാണ്. പക്ഷെ പാണക്കാട്ട് പോയിട്ടാണ് ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഒരു പരിപാടി ആരംഭിക്കുന്നു എന്ന്. ആ നിമിഷം തൊട്ട് തങ്ങൾ കൂടെ നിന്നു. പ്രിയപ്പെട്ട മനോഹർ അലി ശിഹാബ് തങ്ങളുടെ ലീഡർഷിപ്പ് ഏറ്റെടുത്തു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് എടുത്തു പറയേണ്ട ഒന്നാണ്. അത് ഏത് കാര്യത്തിനും അങ്ങനെയാണ്. ലിറ്ററേച്ചർ ഫെസ്റ്റിവലുമായി ചെന്നപ്പോഴും അദ്ദേഹം ഈ ദൗത്യത്തിന്റെ പിന്നിൽ ഞങ്ങളുടെ പോലെ ഉറച്ചു നിന്നു. ഈ നൃത്തത്തിന്റെ ഈ സൗണ്ട് ഇതിന്റെ ധൈര്യം ഇപ്പം അത് തന്നെയാണ്. അങ്ങനെ അദ്ദേഹം ഇവിടെ കൂടെ നിന്നു. എല്ലാവരും MLA-മാർ, ഓരോ MLA-മാരും, ഞാൻ ഓരോരുത്തരെയും പേര് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രയാസം മനസ്സിലാക്കി ആരെയും പറയുന്നില്ല. അങ്ങനെ നമുക്ക് 2 ദിവസം വൈകുന്നേരം ഞാൻ ബഹുമാനപ്പെട്ട നേതാക്കന്മാർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. നിങ്ങൾ വെള്ളവും വളവും നൽകി പരിപാലിച്ചു വളർത്തുന്ന ഈ ഉദ്യാനത്തിൽ 1000 പുഷ്പങ്ങൾ കൂടി വിരിയാൻ പോവുകയാണ്. ഇത് വലിയൊരു സൗന്ദര്യം നമ്മുടെ പാർട്ടിക്കുണ്ടാക്കാൻ പോകുകയാണ്. നമ്മുടെ വേദിയിൽ വരാൻ പോകുന്ന ഒരുപാട് അതിഥികൾ നമ്മളെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു, നമ്മുടെ ജില്ലയെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു, നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു. അത് നമുക്ക് വലിയൊരു സൗന്ദര്യമുണ്ടാകും. ക്ഷണിക്കപ്പെട്ട അതിഥികളൊക്കെ പറഞ്ഞ ഒരു വസിയത്ത് പോലുള്ള ഒരു വാക്കുണ്ട്, ലീഗ് ഇതിന്റെ കുറച്ച് നേരത്തെ ചെയ്യാഞ്ഞു, നിങ്ങളല്ലേ ഇത് ചെയ്യേണ്ടത്, ഇതിന് തുടർച്ച വേണം എന്ന വാക്ക്. ആ തുടർച്ചയ്ക്ക് ഞങ്ങൾ ശ്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്ന. അഭിവാദ്യങ്ങൾ. ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള മനുഷ്യപുത്രൻ അവർ മറ്റ് മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും അതുപോലെ മുസ്ലിം ലീഗ് പോഷക സംഘടനകളുടെയും UDF-ൻ്റെ ഘടകകക്ഷിയുടെയൊക്കെ സമ്മന്നതരായിട്ടുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഷെരീഫും മുസ്തഫയൊക്കെ ഇവിടെ അടിവരയിട്ട് പറഞ്ഞതുപോലെ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റ് ഇത് നമ്മുടെ ആദ്യമായ ഒരു അനുഭവമാണ്. മാ ലവ് ലെഗസി ലിറ്ററേച്ചറുടെ പേരിൽ ഒരുപാട് ദിവസങ്ങളുടെ മാസങ്ങളുടെ തന്നെ ഒരുക്കത്തിന് ശേഷമാണ് ഇന്ന് നാളെയുമായിട്ട് ഇതിൻ്റെ ആ സാക്ഷാത്കാരം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തിൻ്റെ സാഹിത്യത്തെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ച്, കലയെക്കുറിച്ച് ഇതൊക്കെ തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. ഈ വൈവിധ്യങ്ങൾ നമുക്ക് ആകർഷിക്കേണ്ടതുണ്ട്. മലപ്പുറം എപ്പോഴും ഒരു ഒതുങ്ങിക്കൂടുന്ന ജില്ലയാണ്, ഒതുങ്ങിക്കൂടുന്ന ആളുകളാണ് എന്നൊക്കെയാണല്ലോ. പക്ഷേ അതിനിടയിലും ഒരു അപകർഷതാബോധത്തിലേക്ക് അത് പോകാൻ പാടില്ല. മലപ്പുറത്തിൻ്റെയും സംസ്കാരത്തിൻ്റെ, മലപ്പുറത്തിൻ്റെ പൈതൃകത്തിൻ്റെ, അതിൻ്റെയൊക്കെ ചരിത്രം നമുക്ക് പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. മലപ്പുറം അക്ഷരത്തോട് പുറംതിരിഞ്ഞ് നിന്നവരാണ് എന്നൊക്കെയുള്ളൊരു പ്രചാരം മുമ്പുണ്ടായിരുന്നു. പക്ഷെ വാസ്തവത്തിൽ അങ്ങനെയല്ല. മലപ്പുറം അക്ഷരജ്ഞാനികളുടെ നാടായിരുന്നു. ഇപ്പോൾ കേരളത്തിലെ സമ്പൂർണ്ണ സാക്ഷരതയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സാക്ഷരതാ പ്രവർത്തനം ഊർജിതപ്പെടുത്തിയ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൽ ആ സാക്ഷരത, സമ്പൂർണ്ണ സാക്ഷരമാണ് കേരളം എന്ന് പ്രഖ്യാപിച്ചത് മലപ്പുറത്തുകാരിയായ ചേലക്കോടൻ ആയിഷ എന്ന വണ്ടൂരിലെ ഒരു സഹോദരിയാണ്. പ്രായാധിക്യമുള്ള ഒരു സ്ത്രീയാണ്. പക്ഷേ ചേലക്കോടൻ ആയിഷ സമ്പൂർണ്ണ സാക്ഷരത പ്രഖ്യാപിക്കുമ്പോൾ അതിനു മുമ്പ് അക്ഷരജ്ഞാനം ഇല്ലാത്തവരായിരുന്നു എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. അവർ ഖുർആൻ മനോഹരമായി വായിക്കാൻ അറിയുന്നവരായിരുന്നു, അറബി വായിക്കാൻ അറിയുന്നവരായിരുന്നു. മാലപ്പാട്ടുകളും പടപ്പാട്ടുകളും ഒക്കെ പാടുന്നവരായിരുന്നു. അതൊക്കെ രചിക്കപ്പെട്ട അറബി മലയാളം കൃതികൾ വായിച്ചിട്ടുള്ളവരായിരുന്നു, മനസ്സിലാക്കിയിട്ടുള്ളവരായിരുന്നു അവർ. പിന്നെ സാക്ഷരതാ പ്രഖ്യാപനം നടത്തുമ്പോൾ മലയാള ലിപി അവർ പഠിച്ചു, അതിൻ്റെ പ്രഖ്യാപനം. അപ്പോൾ മലപ്പുറത്ത് നേരത്തെ തന്നെ ഇവിടുത്തെ സാഹിത്യം സമ്പന്നമായിരുന്നു. അത് അറബിയിലായിരുന്നു, അറബി മലയാളത്തിലായിരുന്നു. അത് ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളാണ് അതിനുള്ളത്.
ഇവിടെ ചന്തുമേനോൻ്റെ ഇന്ദുലേഖ എന്ന നോവൽ കേരളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അറബി മലയാളത്തിലുള്ള ഒരുപാട് കൃതികൾ ഇവിടെ പ്രചാരത്തിലിരുന്നിട്ടുണ്ട്. അത് അറബിയിലുള്ള ആഖ്യാനങ്ങളൊക്കെ അത് അറബി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു എന്നുള്ളതാണ്. ഈ അറബി മലയാളം എന്ന് പറയുമ്പോൾ അത് ഇവിടെ മാത്രം അറബി തമിഴുണ്ട്, അറബി പഞ്ചാബി ഉണ്ട്, അറബി കന്നഡയുണ്ട്, അറബി തെലുങ്കുണ്ട്. ഒരു കാലത്ത് മുസ്ലിങ്ങൾ ചെന്നിടത്തൊക്കെ തന്നെ അവിടുത്തെ തദ്ദേശീയമായിട്ടുള്ള ഭാഷകൾ അത് അറബി ലിപിയിലേക്ക് ചേർത്തി വെച്ചുകൊണ്ടായിരുന്നു അവർ എഴുതാനും വായിക്കാനും ഒക്കെ തയ്യാറായിരുന്നത്. അത് ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. തുർക്കിയിൽ അറബിയിലാണ് തുർക്കി ലിപി ഉണ്ടായിരുന്നത്. പേർഷ്യൻ രാജ്യങ്ങളിൽ അറബിയിലാണ്. പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും അവിടുത്തെ ലിപികൾ അറബിയിലാണ്. ഇങ്ങോട്ട് ഏഷ്യയിലേക്ക് വരുമ്പോൾ മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലും അവിടുത്തെ ഭാഷകൾ അറബിയിലാണ്. അത് എഴുതിയിരുന്നതും വായിച്ചിരുന്നതും അറബി അക്ഷരമാലയാണ് അവരതിന് ഉപയോഗിച്ചിരുന്നത്. ആ നിലക്ക് തന്നെയാണ് അറബികളുമായിട്ടുള്ള ബന്ധം. അതുപോലെ മുസ്ലിങ്ങൾക്ക് അറബിയുമായിട്ടുള്ള ആ ഒരു ആത്മീയമായിട്ടുള്ള ബന്ധം അത് മറ്റ് ഭാഷകളെ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മറ്റ് ഭാഷകളിലുള്ള വിജ്ഞാനവും സ്വായത്തമാക്കുവാനൊക്കെ കഴിഞ്ഞു. അപ്പം മലപ്പുറം എന്നോ സാക്ഷരമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ അക്ഷരവിരോധികളായിരുന്നു എന്നുള്ള അത്തരത്തിലുള്ള പ്രചാരണത്തിനൊന്നും ഒരു അടിസ്ഥാനമില്ല എന്നുള്ളത് തന്നെയാണ് മലപ്പുറത്തിൻ്റെ ചരിത്രം നമുക്ക് വ്യക്തമാക്കി തരുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കം അതിനുണ്ട്. ഇവിടെ പടപ്പാട്ടുകൾ കൊണ്ട് സമരസജ്ജമായ ഒരു സമൂഹം മലബാറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണല്ലോ. വൈദേശികാധിപത്യത്തിനെതിരെ സമരം ചെയ്തവരാണ് നമ്മൾ. ആ സമരങ്ങൾക്ക് പ്രചോദനമായിരുന്നു പടപ്പാട്ടുകൾ. ചെറു പടപ്പാട്ട്, ബദർ പടപ്പാട്ട്, ഇങ്ങനെയുള്ള പടപ്പാട്ടുകളൊക്കെ തന്നെ നമ്മുടെ സമരവീര്യത്തെ ജ്വലിപ്പിച്ചു നിർത്തിയതായിരുന്നു. സൈനുദ്ദീൻ മഖ്ദൂമിന്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ അത് ആ കാലഘട്ടത്തിൽ വൈദേശികാധിപത്യത്തിനെതിരെ പൊരുതാനുള്ള പ്രചോദനവും പ്രേരണയുമാണ് ആ കൃതിയിലൂടെ അദ്ദേഹം നൽകിയത്. അത് ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇങ്ങനെ ഇതിൽ നിന്നെല്ലാമുള്ള ആവേശം എന്നപോലെ തന്നെ മലപ്പുറത്തിൻ്റെ നേരത്തെ മുഹീദ്ദീൻ മാല 500 വർഷങ്ങൾക്ക് മുമ്പ് 1606 അതിവിടെ രചിക്കപ്പെട്ടു. മഹാനായ ഖാദി മുഹമ്മദ് രചിച്ച മുഹീദ്ദീൻ മാല അതൊക്കെ മലയാള സാഹിത്യത്തിന്, അറബി മലയാള സാഹിത്യത്തിൻ്റെ ഉത്തുംഗതയിലാണ്. മഹാനായ മോയിൻകുട്ടി വൈദ്യർ പുതിയ തലമുറക്കും അദ്ദേഹം സുപരിചിതനാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ. പക്ഷെ പുതിയ കാലത്തും അത് ഏറെ ആസ്വദിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അഭിമാനമുള്ള കാര്യമാണ്. ഈ പടപ്പാട്ടുകളും മറ്റൊന്നും അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ആസ്വാദനത്തിൻ്റെ ഒരു തലമുണ്ട്, ആത്മീയതയുടെ ഒരു തലമുണ്ട്, എന്നതുപോലെ തന്നെ ആവേശത്തിൻ്റെയും തലമുണ്ട്. ഈ പാട്ടുകളുടെയൊക്കെയുള്ള പ്രത്യേകത അതാണ്. വെറുതെ എങ്ങനെ ഇരിക്കുമ്പോൾ മൂളിപ്പാട്ട് പാടും. ആത്മീയത എന്ന് പറയുമ്പോൾ ആ പാട്ടുകൾ നോയമ്പ് നോറ്റ് പാടും, നിസ്കരിച്ചതിന് ശേഷം പാടും. അതുപോലെ തന്നെ സദസ്സുകൾ ഉണ്ടാകുമ്പോൾ ആ സദസ്സുകളിൽ അത് പാടും. പിന്നെ അത് നൽകുന്ന ആവേശം ഏറെ അനുഭവവേദ്യമായത് ബ്രിട്ടീഷുകാരോടുള്ള ആ ഏറ്റുമുട്ടലിൻ്റെ കാലങ്ങളിലാണ്, മലബാർ സമരത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊന്നും ഒരു ചേരിതിരിവിൻ്റെ സമരമായിരുന്നില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെയായിരുന്നു ആ സമരം ചെയ്തിരുന്നത്. ആലി മുസ്ലിയാരോടൊപ്പം നാരായണ മേനോനുണ്ടായിരുന്നു. എന്നപോലെ തന്നെ കുഞ്ഞമ്മദ് ആജിയോടൊപ്പം, വാര്യകുന്നത് കുഞ്ഞമ്മദ് ആജിയോടൊപ്പം മാധവൻ നായരുണ്ടായിരുന്നു. ചെമ്പ്രശ്ശേരി തങ്ങളോടൊപ്പം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടുണ്ടായിരുന്നു. മലബാർ സമരത്തിൽ ഇവരെല്ലാമാണ് അത് നയിച്ചത്. അതുകൊണ്ട് തന്നെ അതൊന്നൊരു വർഗീയ പോരാട്ടമായിട്ട്
അല്ല ഉള്ളത്. പലരും വർഗീയമായി ഇതിനെ ചിത്രീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യം അങ്ങനെയല്ല. അത് വൈദേശികാധിപത്യത്തിനെതിരെയുള്ള മനുഷ്യരുടെ സമരമായിരുന്നു, നാടിൻ്റെ സമരമായിരുന്നു, ഇന്ത്യൻ ദേശീയതയുടെ സമരമായിരുന്നു. അത് ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ചിരുന്ന ചരിത്രമാണ് നമുക്ക് പറയുവാനുള്ളത്. ഈ ചരിത്രങ്ങളൊക്കെ പുതിയ തലമുറക്ക് നമുക്ക് വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ആ കാര്യത്തിലാണ് ഞാൻ മുസ്ലിം യൂത്ത് ലീഗിനെ ഏറെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുന്നത്. മറവിയിലേക്ക് പലതും നമുക്ക് വിട്ടുകൊടുത്തു. ചില കാര്യങ്ങളൊക്കെ നമുക്ക് മറക്കേണ്ടതുണ്ടാവും. എന്നാൽ മറവിയുടെ മാറാക്കയത്തിലേക്ക് തള്ളിവിടാൻ അനുവദിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. അത് നമ്മൾ കൂട്ടുപിടിച്ചേ തീരുകയുള്ളൂ, അത് നമ്മൾ ഓർമ്മിച്ചേ തീരുകയുള്ളൂ. അത് മലപ്പുറത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള പാരമ്പര്യമാണ്, കലയുടെ പാരമ്പര്യമാണ്, നമ്മുടെ പോരാട്ടത്തിൻ്റെ പാരമ്പര്യമാണ്. നമ്മൾ വിദ്യാഭ്യാസമില്ലാത്ത ഒരുപാട് കാലം നമുക്ക് പിന്നിടേണ്ടി വന്നിട്ടുണ്ട്. ചരിത്രപരമായ കാലങ്ങളാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ ആ കാലത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. കോളറ പോലുള്ള ദുരന്തങ്ങൾ ഇവിടെ ആഞ്ഞടിച്ചപ്പോൾ അതിലൂടെ മനുഷ്യർ പലരും അനാഥരായിട്ടുണ്ട്. മക്കൾ അനാഥരായി, കുടുംബങ്ങൾ അനാഥരായി. അപ്പോഴൊക്കെ തന്നെ നമുക്ക് പഠിക്കാനും വീണ്ടെടുപ്പിനുമൊക്കെയുള്ള അവസരങ്ങൾ ഇല്ലാതായി. പക്ഷേ മലപ്പുറത്തിൻ്റെ മറ്റു വശങ്ങൾ, മലപ്പുറത്തിൻ്റെ സാംസ്കാരിക വശങ്ങൾ, കലാപരമായിട്ടുള്ള വശങ്ങൾ, പോരാട്ടത്തിൻ്റെ വശങ്ങൾ, ഇത് രാഷ്ട്രീയത്തിലേക്ക് വകയിരുത്തുവാൻ നമുക്ക് സാധിച്ചപ്പോൾ, അല്ലെങ്കിൽ മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയം തന്നെ ഒരു പോരാട്ടത്തിൻ്റെ തലത്തിലേക്ക് നമുക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷെ ആ പോരാട്ടം എന്നുള്ളത് അത് വ്യക്തിപരമായ ഏറ്റുമുട്ടലിൻ്റെ പോരാട്ടമല്ല, നമുക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വീണ്ടെടുക്കുന്നതിനുള്ള പോരാട്ടമായിരുന്നു. ചേർത്ത് നിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. നമുക്ക് ഇവിടെ നിന്നും ബ്രിട്ടീഷുകാർ മനുഷ്യത്വരഹിതമായിട്ടായിരുന്നു നമ്മളോട് പെരുമാറിയിരുന്നത്. മനുഷ്യത്വത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ ഈ ലൈറ്റ് ഹൗസിൽ കാണുന്ന ആ മഹാരഥന്മാരുടെ അവർ നമുക്ക് നൽകുന്ന ഓർമ്മകൾ, ചേർന്നിരിപ്പിൻ്റെ, ജാതിയും മതവും കക്ഷിയും രാഷ്ട്രീയമൊക്കെ മറന്നുകൊണ്ട് ഒരു ജനതയെ പുനഃസൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ചേർന്നിരിപ്പിൻ്റെ ചരിത്രമാണ് ഇവരൊക്കെ തന്നെ നമുക്ക്, അവരുടെയൊക്കെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നത്. അത് പുതിയ കാലഘട്ടത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് പുതിയ തലമുറക്ക് അത് പകർന്ന് നൽകുന്നു എന്നുള്ളത് തന്നെയാണ് മാ ലവ് ലെഗസി ലിറ്ററേച്ചർ എന്നുള്ള ഈ പ്രത്യേകമായിട്ടുള്ള പരിപാടി. ഇതിനു വേണ്ടി എല്ലാ വിധത്തിലുള്ള ആശംസകളും നൽകുകയാണ്. അപ്പം നർമ്മത്തിൻ്റെയും ഒരു നാടാണല്ലോ മലപ്പുറം. മലപ്പുറത്തിൻ്റെ മാപ്പിളമാരുടെ ഭാഷ തന്നെ ഒരു നർമ്മ രൂപത്തിലാണ് പലരും കാണാറുള്ളത്. ഒരു കുട്ടി ഒരു മഗ്‌രിബിൻ്റെ നേരത്ത്, മലപ്പുറത്തിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ മഗ്‌രിബിൻ്റെ നേരത്ത് ഇങ്ങനെ കുറേ മുമ്പാണ്, ഇരുട്ടിൽ ഇങ്ങനെ എന്തോ ഒരു അനക്കം കണ്ടു. അപ്പോൾ കുട്ടി ചോദിച്ചു, കുട്ടി ഇങ്ങനെ വിളിച്ചു, ആരാടാ ഇബിലിസ്, ഏത് ഇബിലീസാടാ അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം അയാൾ വിളിച്ചു പറഞ്ഞു, ഇബിലീസ് അല്ലടാ, ഇതെൻ്റെ മൂത്താപ്പയാണ്. അപ്പോൾ കുട്ടി പേടിച്ചു പറഞ്ഞു, ഞാൻ വിചാരിച്ചു ബാപ്പയാണെന്ന്. അപ്പം മലപ്പുറത്തിൻ്റെ നർമ്മം അങ്ങനെയാണ്, നിഷ്കളങ്കമായ നർമ്മത്തിൻ്റെ ഒരു നാട് കൂടിയാണ് നമ്മുടെ മലപ്പുറം. അതെല്ലാം പങ്കുവെച്ചുകൊണ്ട് തന്നെ നമുക്ക് പുതിയ കാലഘട്ടത്തിൽ പുതിയ തലമുറയെ നമുക്ക് മുന്നോട്ട് നയിക്കാം. അതിനുള്ള നല്ല ഒരു സംരംഭമായിട്ട്, ഉദ്യമമായിട്ട് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മാ ലെഗസി ലിറ്ററേച്ചർ എന്ന ഈ പരിപാടി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ക്ഷണിച്ചുകൊള്ളും. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. സംസാരിക്കുന്നില്ല ഇപ്പോൾ എന്ന് പറയാനാണ് ഞാൻ നിൽക്കുന്നത്. കാരണം നാളെയും എനിക്ക് അവസരമുണ്ട്, മറ്റന്നാളും എനിക്ക് ഇവിടെ അവസരമുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ചരിത്രം തന്നെ ഇപ്പോൾ തമസ്കരിക്കാൻ നോക്കുക. നമ്മുടെ ഈ മഹാഭാരതത്തിൻ്റെ യഥാർത്ഥ ചരിത്രം തന്നെ തമസ്കരിക്കാൻ വേണ്ടി ബോർഡുകൾ മായ്ക്കുന്നു, പേരുകൾ മറക്കുന്നു. അതുപോലെ തന്നെ പലതിൻ്റെയും യഥാർത്ഥ ചിത്രം മൂടാൻ വേണ്ടി, ഇല്ലാത്ത ചരിത്രം കാണാൻ വേണ്ടി കുഴിച്ചെടുക്കുന്നു. ആ സമയത്താണ് ഏറെ മുമ്പ് തന്നെ തമസ്കരിക്കാൻ ബ്രിട്ടീഷുകാർ തന്നെ ആരംഭം കുറിച്ച മലപ്പുറത്തിൻ്റെ ചരിത്രം. ബ്രിട്ടീഷുകാരാണ് ഈ മലപ്പുറത്തിൻ്റെ യഥാർത്ഥ ചരിത്രം
കുഴിച്ചു മൂടാൻ വേണ്ടി, ഇല്ലാതാക്കാൻ വേണ്ടി പട്ടാളത്തെ വെച്ച്, ഹേഗ് ബാരക്സ് വെച്ച്, ഫയറിംഗ് റേഞ്ച് വെച്ച് തോക്കിൻ്റെ മുനയിൽ നിർത്തി ചരിത്രം തിരുത്തിച്ച തിരുക്കുറിപ്പായിട്ടിപ്പോൾ ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യ സമര യോദ്ധാക്കൾ, ചരിത്രകാരന്മാർ, വലിയ മഹാപുരുഷന്മാർ, അവരൊക്കെ കുറ്റവാളികളാക്കി തുറുങ്കിലടച്ച് ഇവിടെ അങ്ങേയറ്റം തങ്ങൾ വിശേഷിപ്പിച്ചല്ലോ, ഒരു മുസ്ലിം പേരിൻ്റെ കൂടെ വിവിധ ഹൈന്ദവ നാമങ്ങൾ കൂടി കാണാതെ അമ്പുറന്തങ്ങളായാലും സാമൂതിരിയായാലും അങ്ങനെ എത്ര തെരഞ്ഞാലും ഒരുമിച്ചല്ലാതെ ഒന്നും ഇവിടെ കാണില്ല. പക്ഷെ ആ മലപ്പുറത്തിൻ്റെ യഥാർത്ഥ ചരിത്രം, ഈ പ്രദേശമൊക്കെ കൂടുതൽ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു മലപ്പുറം. കോഴിക്കോടും പാലക്കാടും ഒക്കെ ഉൾക്കൊള്ളുന്ന, തൃശ്ശൂരും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരുപാട് പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ നാടിൻ്റെ ചരിത്രം നമസ്കരിക്കാനുള്ള വൻ ശ്രമം തോക്കിൻ മുന വെച്ച് തുടങ്ങിയത് ബ്രിട്ടീഷുകാരാണ്. അതിനനുവദിക്കുകയില്ല ഞങ്ങൾ ചെറുപ്പക്കാർ. യഥാർത്ഥ ചരിത്രം പൊക്കിയെടുത്ത് പുറത്തു കൊണ്ടുവരും എന്നുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഈ പ്രതിജ്ഞയാണ് ഈ മാ ഫെസ്റ്റിവൽ, ഈ മാ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യമുള്ള ഒന്നാണ്. അതിൻ്റെ വിവിധ സെഷനുകളിലായി വിവിധ സബ്ജക്റ്റുകൾ വരും എന്നുള്ളത് കൊണ്ട് ഈ ഇല്ലാത്ത സമയത്ത് സംസാരിക്കേണ്ട ഗസ്റ്റുകളെ അവരുടെ അവസരം നഷ്ടപ്പെടുത്താതെ ഞാൻ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. നമസ്കാരം. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ മുനിവർലി തങ്ങൾ ഈ മാ ഫെസ്റ്റിവൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പ്രിയങ്കരനായ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, മാ ഫെസ്റ്റിവൽ ഒരു പുതിയ തുടക്കമാണ്. ഇതൊരു സർഗാത്മക മഹോത്സവമായി ഞാൻ കണക്കാക്കുകയാണ്. ലവ്, ലെഗസി ആൻഡ് ലിറ്ററേച്ചർ. ഈ മണ്ണ് മതേതരത്വത്തിൻ്റെ വിത്തുകൾ പാകിയ മണ്ണാണ്. ഇവിടെ മതേതരത്വവും മനുഷ്യത്വവും മാനവികതയും വിളിച്ചോതിയിട്ടുള്ള ഒരു നാടാണ്. ഈ മലപ്പുറത്തിൻ്റെ സന്ദേശം അത് തന്നെയാണ് നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും കഥകളാണ് ഈ മണ്ണിന് പറയാനുള്ളത്. ഈ നാട് നേടിയെടുത്തിട്ടുള്ള സാംസ്കാരിക പുരോഗതി, രാഷ്ട്രീയ പുരോഗതി, കലാസാഹിത്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഉണ്ടാക്കിയ വൻപിച്ച നേട്ടം, അതെല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താനും പുതിയ തലമുറയെ പറഞ്ഞ് മനസ്സിലാക്കാനും ഈ ഫെസ്റ്റിവലിന് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഇന്ന് ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള ശ്രമം നടക്കുന്നു. ചരിത്രം തമസ്കരിച്ചുകൊണ്ട് പുതിയ ചരിത്രം എഴുതാൻ ശ്രമിക്കുന്നു. 2014 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നുള്ള വിളംബരമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാടിനെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി പോരാടിയ ധീരന്മാരായ രക്തസാക്ഷികളുടെ പേരുകൾ പോലും തുടച്ചു മാറ്റപ്പെടുന്നു. വർഗീയതയുടെയും അതോടൊപ്പം തന്നെ രാജ്യവിരുദ്ധതയുടെയും കാഹളങ്ങൾ മുഴക്കാൻ മടിയില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അവിടെയാണ് മതേതരത്വത്തിൻ്റെ മഹത്തായ സന്ദേശം ഈ മലപ്പുറത്തു നിന്ന് ഉയരുന്നത്. പാണക്കാട് തങ്ങന്മാരുടെ മഹനീയമായ നേതൃത്വം മലപ്പുറത്തിനും കേരളത്തിനും ഉന്നതമായ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ സഹായിച്ചിട്ടുണ്ട്. കേരളത്തിൽ മതവൈര്യമില്ലാതെ, വർഗീയ സംഘർഷങ്ങളില്ലാതെ എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണാൻ കഴിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം നിറവേറ്റുന്നത് പാണക്കാട് തങ്ങന്മാരാണ് എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ആ കാര്യത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ചെറുപ്പക്കാരെ തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് തള്ളിവിടാതെ അവരെ ദേശീയതയും മതേതരത്വവും മാനവികതയും പഠിപ്പിക്കുന്ന യൂത്ത് ലീഗിന്റെ പ്രവർത്തനവും മഹനീയമാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. MP നാരായണ മേനോനെ പോലെ, ആദ്യത്തെ KPCC പ്രസിഡന്റ് മാധവൻ നായരെ പോലെ, അബ്ദുറഹിമാൻ സാഹിബിനെ പോലെ, ആലിക്കുട്ടി മുസലിയാരെ പോലെ, വാര്യംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജിയെ പോലെയുള്ള
ധീരന്മാരായ നേതാക്കന്മാർ വളർന്നു വന്ന നാടാണിത്. അവരുടെ കർമ്മഭൂമിയാണിത്. ഇവിടെ വർഗീയതയ്ക്ക് സ്ഥാനമില്ല. തമ്മിൽ പോരാടുവാനുള്ളതല്ല ഈ നാട്. പരസ്പരം സ്നേഹിക്കാനും യോജിച്ച് മുന്നോട്ട് പോകാനുള്ള നാടാണ് ഇത് എന്ന് വിളിച്ചോതുന്ന ഒരു സന്ദേശമാണ് ഈ ഫെസ്റ്റിവലിലൂടെ നൽകേണ്ടതായിട്ടുള്ളത്. ഭാഷാപിതാവ് തുഞ്ചത്തെഴുത്തച്ഛനും മാപ്പിള മഹാകവി മൊയ്തീൻകുട്ടി വൈദ്യരും ഇവിടെയും നാടാണിത്. ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരെ അരി ഇട്ട് വാഴിക്കുന്നത് അവരാണ്. അവരുടെ ഭൂമിയാണിത്. മഹാന്മാരായ പാണക്കാട് തങ്ങന്മാരുടെ ഭൂമി മാത്രമല്ല, ആദ്യമായി ക്രൈസ്തവർക്ക് വേണ്ടി ക്രൈസ്തവ മിഷണറിമാരുടെ നേതൃത്വത്തിൽ ഇവിടെ സ്കൂളുകൾ സ്ഥാപിച്ച് ജനങ്ങളെ വിദ്യാഭ്യാസം ചെയ്ത നാടാണിത്. അതുകൊണ്ട് തന്നെ മലപ്പുറത്തിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമുണ്ട്. കലയും സാഹിത്യവും എക്കാലവും ജനതകളുടെ ചെറുത്തുനിൽപ്പായിരുന്നു. ഭരണകൂടങ്ങൾ തകർത്തെറിയുന്ന ജനതയുടെ വിലാപങ്ങൾ കവിതയായും സാഹിത്യ രൂപങ്ങളായും പുറത്തു വന്നത് പുനർജനിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. പ്രതിഷേധങ്ങളും ചെറുത്തുനിൽപ്പുകളും കലയും സാഹിത്യവുമായിട്ടാണ് നമ്മൾ പിൽക്കാലത്ത് കണ്ടിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ന്യൂസിലൻഡിലെ പാർലമെന്റിൽ നടന്ന ഹക്ക ഡാൻസ് നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും. 22-കാരിയായ യുവ MP ഹാന റെയ്ത്തി ക്ലാർക്ക് വാദങ്കി ട്രൈബൽസിനെതിരായി ഒരു നിയമനിർമ്മാണം കൊണ്ടുവന്നപ്പോൾ അവർ പാർലമെന്റിൽ നടത്തിയ പാരമ്പര്യ നൃത്തം നമ്മൾ ഓർക്കേണ്ട ഒന്നാണ്. അത് മുന്നോട്ട് വെക്കുന്ന ഒരു സോഷ്യൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റാണ് ഈ കലയെ ചെറുത്ത് നിൽപ്പാക്കി അത് മാറ്റുന്നത്. ഹക്ക നൃത്തം രൂപപ്പെട്ടത് മുതൽ ഒരു വംശത്തിന്റെ മുഴുവൻ ചരിത്രത്തെയും ഏതാനും ചുവടുവെപ്പുകൾ കൊണ്ട് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഈ യുവ പാർലമെന്റ് അംഗത്തിന് കഴിഞ്ഞു. തീർച്ചയായും കലയും സാഹിത്യവും മനുഷ്യവംശം രൂപപ്പെട്ട കാലം മുതൽ തന്നെ നിലനിൽക്കുന്ന ഒന്നാണ്. മനുഷ്യരുടെ കഥയും മനുഷ്യരുടെ വേദനയും ദുഃഖങ്ങളും ചെറുത്തുനിൽപ്പിന്റെ കഥയുമൊക്കെ ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന സാഹിത്യ കൃതികളും രചനകളും കലാരൂപങ്ങളും തന്നെയാണ്. ടാഗോറും സുബ്രഹ്മണ്യ ഭാരതിയും ബങ്കിം ചന്ദ്ര ചാറ്റർജിയും വള്ളത്തോളും സ്വാതന്ത്ര്യ സമരത്തിൽ എഴുതിയ പാട്ടുകൾ, ദേശാഭിമാന ബോധമുള്ള പാട്ടുകൾ എത്രമാത്രം സ്വാതന്ത്ര്യ സമരത്തിൽ ജനങ്ങളെ ആവേശഭരിതരാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. അതോടൊപ്പം തന്നെ ഫ്രഞ്ച് റെവല്യൂഷൻ നേതൃത്വം കൊടുത്തത് ദ സോഷ്യൽ കോൺട്രാക്ട് എഴുതിയ റൂസോ, വോൾട്ടയർ, മോണ്ടേസ്ക്യൂ എന്നീ മഹാന്മാരായ എഴുത്തുകാരായിരുന്നു. റഷ്യൻ വിപ്ലവത്തിന്റെ പിന്നിൽ ജനഹൃദയങ്ങളെ ആവേശം കൊള്ളിച്ചതും എഴുത്തുകാരായ മാക്സിം ഗോർക്കിയും ടോൾസ്റ്റോയും ദസ്തയേവ്സ്കിയും ആന്റണി ചെക്കോവും പുഷ്കിനുമായിരുന്നു. കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും സാമൂഹ്യ വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കാനും പരിവർത്തനത്തിന് വേണ്ടി നിലകൊള്ളാനും കഴിഞ്ഞ ചരിത്രമാണ് ലോകത്താൽ എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് ലോകം ഒരു പുതിയ ദശാസന്ധിയിലാണ്. വലതുപക്ഷ പിന്തിരിപ്പ ശക്തികൾ രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നു. അതോടൊപ്പം തന്നെ പുടിൻ റഷ്യ ഭരിക്കുന്നു, മോഡി ഇന്ത്യ ഭരിക്കുന്നു. മാത്രമല്ല, മുസോളിനിയുടെ ഭരണത്തിൽ 80 വർഷത്തിന് ശേഷം ഇറ്റലിയിൽ വലതുപക്ഷ പാർട്ടിയുടെ നേതാവ് ജോർജ് മെലിന്റെ നേതൃത്വത്തിൽ നിയോ ഫാസിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വരുന്നു. നെതന്യാഹു ഇന്ന് ഇസ്രായേലിന് നേതൃത്വം കൊടുക്കുന്നു. ഇതെല്ലാം ഗൗരവപൂർവമായി നമ്മൾ കാണേണ്ട കാര്യങ്ങളാണ്. ഫ്രഞ്ച് തെരഞ്ഞെടുപ്പിൽ മെറിൻ ലീ പെന്നിന്റെ തീവ്ര വലതു പാർട്ടി 2ാം സ്ഥാനത്തെത്തി. ജർമ്മനിയുടെ ഓപ്പൺ ഡോർ പോളിസിക്കെതിരായി രൂപപ്പെട്ട നിയോ ഫാസിസ്റ്റ് പാർട്ടിയായ അവിടുത്തെ AFD അവിടെ സീറ്റ് നിലനിർത്തുക 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. സ്പെയിനിലെ തീവ്രവാദ വലതുപക്ഷ പാർട്ടിയായ വോക്കോസ് 3ാം സ്ഥാനക്കാരായി മാറുന്നു. താരതമ്യേന മികച്ച ജനാധിപത്യമുള്ള ഹോളണ്ടിൽ തീവ്ര വലതുപക്ഷ പാർട്ടികൾ അധികാരം കൈലാക്കുന്നു. എന്തിനേറെ മനുഷ്യത്വത്തിന്റെയും മനുഷ്യബോധത്തിന്റെയും ഉത്തമ ഉദാഹരണങ്ങളായിരുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ പോലും ഫിൻലൻഡിലും സ്വീഡനിലും വലതുപക്ഷം അധികാരം കയ്യിലെടുക്കേണ്ട കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഇതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് ഇന്ന് ലോകത്ത് ആവശ്യം.
ഫാസിസ്റ്റ് ശക്തികൾ നടത്തുന്ന കടന്നാക്രമണങ്ങൾക്കെതിരെ ചെറുത്തു നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ത്യയിലും മറ്റൊരു രീതിയല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായി ജനങ്ങളെ അണിനിരത്തണമെങ്കിൽ രാഷ്ട്രീയ പോരാട്ടങ്ങൾ മാത്രമല്ല, കലയും സംസ്കാരവും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങളും ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഏകാധിപതികളെ ചോദ്യം ചെയ്യാൻ ആളുകൾക്ക് മടിയാണ്. ഭരണാധികാരം കയ്യിലാകുമ്പോൾ അത് അവർ മാധ്യമങ്ങളെ പോലും കൈവശപ്പെടുത്തുന്നു. അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഫാസിസ്റ്റ് ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾക്കെതിരെ ചെറുത്തു നിൽക്കാൻ മാധ്യമങ്ങൾക്ക് പോലും കഴിയാതെ വരുന്നു. നമ്മൾ കാണേണ്ട ഒരു കാര്യം, നവമാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏകാധിപതികൾ തങ്ങളുടെ മുഖം മിനുക്കാൻ ശ്രമിക്കുന്നു. ഇന്ത്യയിൽ മോഡി ഭരണത്തിൽ നമ്മൾ കണ്ടതാണ്. വലിയൊരു മനുഷ്യ കൂട്ടക്കുരുതി നടത്തിയ ഒരു വ്യക്തിയെ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റവും ഡാർലിംഗ് ആയി മാറ്റാൻ കഴിയുന്ന ഒരു വിചിത്രമായ കാര്യം നടന്നതും ഇന്ത്യയിൽ തന്നെയാണ്. അതുകൊണ്ട് കലയും സംസ്കാരവും സാഹിത്യവും ജനങ്ങളുടെ ഹൃദയത്തെ തട്ടി ഉണർത്തേണ്ടതാണ്. ഈ തെറ്റുകൾക്കെതിരെ പോരാടാൻ, ചെറുത്തു നിൽക്കാൻ, ഈ സത്യാനന്തര കാലഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ യൂത്ത് ലീഗ് ഏറ്റവും മനോഹരമായ ഒരു ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ ചെറുത്തുനിൽപ്പിന്റെ രാഷ്ട്രീയമാണ്, പ്രതിരോധത്തിന്റെ രാഷ്ട്രീയമാണ്. അത് മാത്രമല്ല, നാടിന്റെ മോചനത്തിനും ജനതയുടെ മോചനത്തിനും വേണ്ടിയുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഭാരതത്തിൽ ഇന്ന് കേരളത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഏകാധിപത്യങ്ങൾക്കെതിരായി, ഏകാധിപത്യ പ്രവണതകൾക്കെതിരായി, ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി ജനങ്ങളെ അണിനിരത്തുവാൻ നമ്മൾ പ്രകടനങ്ങളും ജാഥകളും നടത്തുന്നതോടൊപ്പം തന്നെ മുനിവറിലെ തങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ഇതും ഒരു സമരമാണ്, ആശയപരമായ പോരാട്ടമാണ്, എഴുത്തിലൂടെയുള്ള സമരമാണ്. ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന യൂത്ത് ലീഗിനെ അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. അധികാരികളുടെ ചുമതലയാണ്. എൻ്റെ ഈ റിലീസ് ചെയ്ത പുസ്തകം ഒരു കൊച്ചു പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ പേര് ഓർമ്മിക്കാതെ ഒരു സാഹിത്യ സമ്മേളനം, ഒരു സാംസ്കാരിക സമ്മേളനം നടത്താൻ കഴിയുകയില്ല. തൂഫത്തുൽ മുജാഹിദീന്റെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം 1583 അദ്ദേഹം എഴുതിയതിന് ശേഷം 36 ലോക ഭാഷകളിലേക്ക് ഇത് പരിവർത്തനം ചെയ്തപ്പോൾ എത്രയാണ് ഭാഷകളെന്ന് എനിക്കറിയില്ല. ഇത് ഇന്ത്യ ഗവൺമെന്റിനെ കൊണ്ട് അച്ചടിപ്പിച്ച് വലിയ പുസ്തകമായിട്ട് സിംഗപ്പൂരിലും മലേഷ്യയിലും എല്ലാം തന്നെ വിതരണം ചെയ്യുവാനും ഫ്രീ വിതരണം, വലിയ പുസ്തകത്തിന് 500 രൂപ വില. ഇതിലെ 3 ആശയങ്ങൾ മാത്രം ഞാൻ നമ്മുടെ ഭരണാധികാരികളും സാരഥികളും ഇവിടെയുണ്ട്. എന്താ ആശയം? ഒരു രാജ്യവും വേറൊരു രാജ്യത്തെ ആക്രമിക്കാൻ പാടില്ല. 48 UN കൊണ്ടുവന്ന ഈ പ്രഖ്യാപനത്തിന് മുമ്പ് 500 കൊല്ലം മുമ്പ് നമ്മുടെ പൊന്നാനിയിൽ ജീവിച്ച സാമൂതിരിപ്പാടിന്റെ ഉപദേശകനായ ഒരു തങ്ങള് രചിച്ചിരിക്കുകയാണ്. രണ്ടാമത്തേത്, സാമൂതിരിപ്പാടാണ് മുസ്ലിമുകളുടെ ആമിയർ. ഹിന്ദു മുസ്ലിം മൈത്രി ഉണ്ടാവണമെങ്കിൽ അടിവേരുകളിലേക്ക് നമ്മൾ വെള്ളത്തിന് വേണ്ടി പോകണം. ആ അടിവേരുകളാണ് സാമൂതിരിപ്പാടാണ് നമ്മുടെ ആമിയർ എന്ന് പറയുമ്പോൾ ആ ചിന്തകൻ ഒരു പൊളിറ്റിക്കൽ സയന്റിസ്റ്റാണ്, സൂഫി മാത്രമല്ല. മൂന്നാമത്, അറബിക്കടലിന്റെ സ്വാതന്ത്ര്യം എന്ന് നഷ്ടപ്പെടുന്നുവോ അന്ന് ഇന്ത്യ അടിമയാകുമെന്ന് പറയുന്നു. നമുക്കറിയാം 1600 വരെ ഒരു നൂറ്റാണ്ട് കാലം അറബിക്കടലിൽ പടവെട്ടിയത് ആരാണ്? കുഞ്ഞാലിമരക്കാര്, 4 നാവൽ കമാൻഡേഴ്സ്. അദ്ദേഹത്തെ പറ്റി ഒരു സെമിനാർ നടത്തുമ്പോൾ അഡ്മിറൽ ഖന്ന പറഞ്ഞത്, ഇന്ത്യയിലെ ഓരോ ഹയർ സെക്കൻഡറി സ്കൂളിലും കുഞ്ഞാലിമരക്കാർ ആരാണെന്ന് നിങ്ങൾ പഠിപ്പിക്കണം. ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളോ എന്ന് ചരിത്രകാരൻ ചോദിക്കുമ്പോൾ രാഷ്ട്രീയക്കാർക്ക് അതിന് ഉത്തരവില്ല. എന്താണ് കാരണം? അവർ മുസ്ലിമുകളായിപ്പോയി. അത് എവിടെയെല്ലാം ചരിത്രത്തിൽ ബാധിച്ചിട്ടുണ്ടെന്ന് പറയാൻ ഞാൻ ഈ മഗ്‌രിബിന്റെ സമയത്തിൽ ഉപയോഗിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അറബിക്കടലിന്റെ സ്വാതന്ത്ര്യം പോകാൻ പാടില്ല. നമുക്കറിയാം, ഇന്ന് ഈ അറബിക്കടലിന്റെ അല്ല, ഇന്ത്യൻ ഓഷ്യന്റെ സ്വാതന്ത്ര്യം കൊള്ള ചെയ്യപ്പെട്ടിരിക്കുകയാണ് ശാക്തിക ചേരികളിലാണ്. നിങ്ങളിൽ എത്ര പേർ അറിയുമെന്ന് എനിക്കറിയില്ല. ഇന്ത്യൻ ഓഷൻ നമ്മളെ കൊളംബിൽ ദരിദ്ര രാജ്യം ഒരു ഹാർബർ ഉണ്ടാക്കി, ഒറ്റ മിനിറ്റ് ഇല്ല, ഹാർബർ ഉണ്ടാക്കി. ആ ഹാർബറിന് ആരുടെ കയ്യിലാണ്? ബംഗ്ലാദേശിൽ എന്ത് നടക്കുന്നു? ഓഷന് വേണ്ടിയിട്ട്. അതേ സമയത്ത് നമുക്കറിയാം, ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നിൽക്കുന്നത്
അറബിക്കടലിലെ സ്വാതന്ത്ര്യമാണ്. അവിടെ ഇന്ന് വിഴിഞ്ഞം തുറമുഖം വരുന്നതാണ്. രാഷ്ട്രീയ കക്ഷികൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ മൻമോഹൻ സിംഗ് അത് പാടില്ല എന്ന് എഴുതിയ ഭരണാധികാരികളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ പാണ്ഡിത്യത്തെ അഭിനന്ദിക്കുകയാണ് ചരിത്രകാരൻ എന്ന നിലയിൽ. പക്ഷേ ഏത് വർഷവും ഒരു 30 വർഷമോ 40 വർഷമോ കഴിഞ്ഞാൽ ഈ ഹാർബറിനെ തൂക്കി വിറ്റുകൊണ്ട് ഇതിൻ്റെ അധിപന്മാർക്ക് എവിടെ വേണമെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ പോകാം. ഏതുപോലെ കെനിയയിലെ പോലെ. കെനിയയിൽ 30% ധനികരാണ്. അവരവിടെ കെനിയയിൽ ജീവിക്കുന്നില്ല. ഏറ്റവും ദരിദ്ര രാജ്യമാണ്. അവരെല്ലാം തന്നെ ജീവിക്കുന്നത് ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും ജർമ്മനിയിലുമാണ്. ഇത് സംഭവിക്കാതിരിക്കട്ടെ. ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ തങ്ങളെ അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തേണ്ട ഒരു പ്രസ്ഥാനമായിട്ട് ഇതിൻ്റെ തുടർച്ചയായിട്ട് മുന്നോട്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ KMCCയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കും. ഈ സമ്മേളനത്തിൽ ചെറിയ ബുക്ക്ലെറ്റ് 1000 വീടുകളിൽ എത്തുമ്പോൾ അത് 10,000 ആശയമായിട്ട് മാറും. നന്ദി, നമസ്കാരം.